ഗുഡ് ഈവനിങ് ഡേയ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. അങ്ങനെ ഇന്ന് മാർക്കറ്റിൽ ഡേ ലോയിൽ നിന്ന് 200 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് അവസാന മണിക്കൂറിൽ നിഫ്റ്റി ശക്തമായ രീതിയിൽ മുന്നേറി. 130 പോയിന്റാണ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ്, LNT, ICICI ബാങ്ക് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിയുടെ റാലിക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. നിഫ്റ്റി മാത്രമല്ല, മിഡ് ക്യാപ്പും 346 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. IRDA, ഏഞ്ചൽ തുടങ്ങിയ കമ്പനീസ്, ലോറസ് ലാബ് തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. IRDA ഇന്ന് 5% അടുത്ത് റാലി രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ കോപ്പർ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ഗവൺമെൻറ് ഓഫേഴ്സ് പ്രഖ്യാപിച്ചു. ഗവൺമെൻറ് സ്റ്റേക്ക് സെല് ചെയ്ത് മാറുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് നിലവിലെ LTVയിൽ നിന്ന് താഴ്ന്ന വിലയിലായിരുന്നു പ്രൈസ് നിശ്ചയിച്ചത്. അപ്പോൾ അതേ പ്രൈസിലേക്ക് സ്റ്റോക്ക് എത്തി 7% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ മിഡ് ക്യാപ് സെക്ടറിലൊക്കെ പേടിഎമ്മും 7% അടുത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫെഡറൽ ബാങ്ക് അവർ SFB ബാങ്കിൽ അവർ സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. സ്മോൾ ഫിനാൻസ് ബാങ്ക്. അത് കാരണം ഫെഡറൽ ബാങ്കിൽ വന്നൊരു ചെറിയൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ത്യയും ചൈനയുമായി പുതിയ വ്യാപാര ബന്ധങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ട് പദ്ധതി ഇടുന്നുണ്ടെന്നുള്ള പല ന്യൂസുകളെല്ലാം തന്നെ പുറത്ത് വരുന്നുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സായിട്ട് ഉള്ള കമ്പനീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ നിന്ന് അദാനി എൻ്റർപ്രൈസസ്, മാക്സ് ഹെൽത്ത് കെയർ, അപ്പോളോ ഹോസ്പിറ്റൽ, ഇൻഡിഗോ, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് ശക്തമായ രീതിയിൽ മുന്നേറി. HDC ലൈഫും സിപ്ലയും ONGCയും കോൾ ഇന്ത്യയും ഹിൻഡൽകോയിലും എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് 24,100 ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ശക്തമായ അവസാന സമയത്ത് റാലിയെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള മാർക്കറ്റ് ദിവസങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഹീറോ ടു സീറോ പോലെയുള്ള സ്ട്രാറ്റജി ഇപ്പോഴും നിലനിൽക്കുന്നത്. മാർക്കറ്റിലുള്ള ഒരു സ്ട്രാറ്റജിയും വെറുതെ അല്ല. ഏതെങ്കിലും ഒരു സമയത്ത് ട്രേഡേഴ്സിന് അത് മികച്ച രീതിയിലുള്ളൊരു റിട്ടേൺ നൽകും. അതുകൊണ്ട് നമുക്ക് ഒരു സ്ട്രാറ്റജിനെയും തള്ളി പറയാൻ പറ്റില്ല. അയൺ കൗണ്ടർ വർക്ക് ചെയ്യില്ലേ, വർക്ക് ചെയ്യും. അല്ലെങ്കിൽ സ്ട്രാഡിൽ വർക്ക് ചെയ്യില്ലേ, വർക്ക് ചെയ്യും. അല്ലെങ്കിൽ സ്ട്രാങ്കിൾ വർക്ക് ചെയ്യില്ലേ, വർക്ക് ചെയ്യും. എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജീസ് എല്ലാം തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജിക്കല്ല പ്രശ്നം. ചില സമയങ്ങളിൽ അത് ഒരു പ്രശ്നങ്ങളുണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ ചിസിൽ ചെയ്ത് അത് മോൾഡ് ചെയ്ത് നമ്മളുടെ രീതിയിലേക്ക് ആക്കി എടുക്കണം സ്ട്രാറ്റജീനെ. അപ്പോൾ അതിനുശേഷം എന്താണോ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് അങ്ങ് തുടരുക. അപ്പോൾ നമുക്കതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയിൽ സ്കില്ല് നേടാനായിട്ട് സാധിക്കുള്ളൂ. എനിവേ, ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ 2 യൂറോപ്യൻ മാർക്കറ്റ് FTSEയും DAXും പോസിറ്റീവാണ്. കൂടാതെ തന്നെ ഇന്ത്യ വിക്സ് ഇന്ന് 4% ക്രാഷ് ഉണ്ടായി. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കൊറിയ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 79,000 നിലകൊള്ളുന്നു. ബ്രന്റ് ഓയിൽ 88, സിൽവർ 68, ഗോൾഡ് സ്പൈക്ക് ചെയ്ത് $4,639 എന്ന നിലയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോൾഡെല്ലാം തന്നെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകളാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യാൻ പഠിക്കണം, ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻ, അല്ലെങ്കിൽ സ്വിങ്, മ്യൂച്വൽ ഫണ്ട് എല്ലാം ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമ്പനി നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പഠിക്കാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം നാറ്റ്കോ ഫാർമയാണ്. നാറ്റ്കോ ഫാർമ $14 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. വരുൺ ബിവറേജ് കമ്പനി പുതിയ സബ്സിഡിയറി കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൽക്കഹോളിക് ബിസിനസ്സിന് വേണ്ടിയിട്ട്. TVS മോട്ടോഴ്സിൻ്റെ iQube 1 മില്യൺ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ്. PVR ഇനോക്സിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുകയാണ്. കമ്പനി തന്നെ ഇവരുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ടെൻഡർ മുഖാന്തരമോ അല്ലെങ്കിൽ നേരിട്ട് മാർക്കറ്റിലൂടെയോ വാങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഷെയർ ബൈബാക്ക് എന്ന് പറയുന്നത്. കമ്പനി അവരുടെ വികസന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തോന്നാണ് ഇനി ഈ സ്റ്റോക്ക് ഇനിയും ഉയരത്തിൽ പോകുമെന്നുള്ള ഒരു ചിന്തയുണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവരുടെ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഈ ഷെയർ ബൈബാക്ക് ചെയ്യാറുണ്ട്. PVRും ഇനോക്സും ലയനം മെർജ് ചെയ്തതിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മീഡിയ കമ്പനിയാണ് PVR ഇനോക്സ്. ഇനി JSW എനർജീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ ചൈന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് 5 GW എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായിട്ടുണ്ട്. ഇന്ത്യ ബുൾസ് കമ്പനി ഇവർ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി ടാറ്റ മോട്ടോഴ്സായിട്ട് പുതിയ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് ധാരണയായി. പുറങ്കര റിയാലിറ്റി കമ്പനിയാണ്. അവർ 1000 കോടി രൂപയുടെ
ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഗുഡ് നൈറ്റ് ഓൾ.